ഹലോ, അക്ഷരാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് അച്ചൻകോവിൽ അമ്പലമാണ്. ഞങ്ങൾ ഇവിടെ അച്ചൻകോവിലിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ട് ബസ് കയറാൻ നിൽക്കുകയാണ്. അപ്പം ബസ് പോകാൻ ഇച്ചിരി താമസിക്കും, എന്നാലും ഒരു ചായ കുടിച്ച് കളയാം എന്നും പറഞ്ഞ് നമ്മൾ പോകുന്ന ബസ്സാണ് ഇത്. KSRTC ബസ് 5 മണിയിലുള്ള ബസ്സാണ്. അമ്മൂനെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല കേട്ടോ, വിഷമിച്ച് കിടക്കുക. എന്ന് അച്ചൻകോവിൽ വന്നിട്ട് തിരിച്ചു പോയാൽ ഇങ്ങനെയാണ്, ഭയങ്കര വിഷമമാണ്. ഇതിപ്പോൾ ചിരിച്ചത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ്, എന്നാലും ഉള്ളിൽ ഭയങ്കര വിഷമമാണെന്ന് എനിക്കറിയാം. അച്ചൻകോവിലിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് കണ്ടോ, പച്ചപ്പും മലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണേ. നമ്മൾ തമിഴ്നാട്ടിലെത്തി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഒരു തമിഴ്നാട് ലുക്ക് ഇല്ലേ വീടിനെല്ലാം. ഒരേ സ്ട്രക്ചറിലായി വീടെല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ ഒരു ആഘോഷമാണ് കേട്ടോ. ഈ തലയിൽ ചട്ടിയിൽ നിറയെ മുളപ്പിച്ച ചെടിയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് കരടിക്കുട്ടനെ കണ്ടേ. നമ്മുടെ നാട്ടിലും ഉണ്ട് ഇപ്പോൾ എല്ലാ ഉത്സവത്തിനും ഈ കരടിക്കുട്ടന്. അങ്ങനെ ഞങ്ങൾ ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ആ നിൽക്കുന്ന നേഴ്സാണ് എൻ്റെ ചേച്ചി. ചേച്ചിയുടെ മക്കളാണ് ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നേ. അവരും അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ ചേച്ചിയും കൊണ്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണേ. അങ്ങനെ ഇരുന്നപ്പോൾ അതെ ഭയങ്കര മഴ, തകർത്ത് മഴയാണേ. കണ്ടോ, അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മഴ ഭയങ്കര ഇഷ്ടം. അവർ നനഞ്ഞ് കണ്ട സാധാ നമ്മൾ നടന്നു പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കുക, മഴയൊക്കെ നനഞ്ഞിട്ട്. തകർത്ത് പെയ്യുക മഴ. അങ്ങനെ മഴയൊക്കെ തോന്നും. എന്നാൽ നമ്മൾ പെതുക്കെ വീട്ടിലോട്ട് പോവാം, ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. വണ്ടിക്ക് പോകാം, പക്ഷേ ഞങ്ങൾ നടന്നു പോകാമെന്ന് വെച്ച് നടന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, എൻ്റെ പുറകെ ആയിട്ട് എത്ര പേരായി നടക്കുന്നതെന്ന് കണ്ടോ. ഇതാരായി വന്നേക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് ചേച്ചിയുടെ മോള് പോയി ഈ കുഞ്ഞുങ്ങളെയും കൂടെ ഒന്ന് തുറന്നു വിട്ടു കേട്ടോ. ആ കിടക്കുന്ന ആ പട്ടിയുടെ കുഞ്ഞുങ്ങളാണ്. ഇത് തുറന്നു വിട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു ബഹളമായിരുന്നു. അങ്ങനെ പട്ടിക്കുട്ടികളെയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അമ്മു ഹാപ്പിയായി കേട്ടോ. ഇച്ചിരി സങ്കടമൊക്കെ മാറി തുടങ്ങി. അപ്പം അവരുമായിട്ട് കളിയായി, ചിരിയായി. അങ്ങനെ നമ്മൾ രാവിലെയായി എണീറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ. പട്ടിക്കുട്ടന്മാർ രാവിലെ അവരുടെ ആഹാരമൊക്കെ കഴിക്കുക കേട്ടോ. പാലോ ബിസ്ക്കറ്റോ ഒക്കെ ചേർത്ത് എന്തൊക്കെയോ കുഴച്ച് കൊടുത്തത് കഴിച്ചിട്ട് കിടക്കുക. എന്തേണ്ട ചാടി മറിഞ്ഞോടെല്ലാം നടപ്പുണ്ട്. എന്നിട്ട് പാല് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ വീടിൻ്റെ മണ്ടയിൽ നിന്നുകൊണ്ട് കാണുന്ന വ്യൂ ആണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെ ഒരു ഒരു വാട്ടർ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം വെള്ളം എത്തിക്കുന്ന ഈ വാട്ടർ ടാങ്ക് വഴിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ വീടുകളും ഒക്കെ കണ്ടോ. ഈ വഴിയാണ് ഇന്നലെ നമ്മൾ നടന്നു വന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ കറിവേപ്പയിലൊരു കിളിക്കൂട്. അതെന്ത് കിളിയാന്ന് നോക്കി ഇന്നപ്പോഴത്തേക്ക് വന്നു കേട്ടോ ആള്. അതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. അത് വലിയ മരത്തേലൊന്നുമല്ല, ചെറിയൊരു കറിവേപ്പയിലാണ് ഈ കൂട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഈ മുള്ളാത്തിക്ക നമ്മൾ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് മുള്ളാത്തിക്ക. എല്ലാവർക്കും അറിയാം, അത്രയേറെ ഗുണമുള്ളത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു കേട്ടോ. പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഈ മുള്ളാത്തിക്ക. അതുപോലെ തന്നെ ഇവിടെ സീതപ്പഴം, ആത്തയ്ക്ക എന്നൊക്കെ പറയും, അതുമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോഴാണ് അവിടുത്തെ പല്ലികളെ കണ്ടത്. ഈ പല്ലികൾ നമ്മുടെ അവിടുത്തെ ഓന്തിൻ്റെ അത്രയുണ്ട്.
പല്ലുകളാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ വലിയ സൈസിലുള്ള പല്ലുകളാണേ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല കുറേ ആട്ടിൻകുട്ടികളെ കൊണ്ട് പോകുന്നു കേട്ടോ. ഇനി ആടിനെ മേയ്ക്കാൻ എങ്ങാണ്ട് ആരാണ്ട് കൊണ്ടുപോവാണേ. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണേ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി വീടുകളാണ്. കളർഫുള്ളാണ് വീടുകളൊക്കെ. റോഡോട് ചേർത്താണ് ഈ വീടുകളെല്ലാം വെച്ചേക്കുന്നത്. കണ്ടോ, എല്ലാം കളർഫുള്ളാണ്. അങ്ങനെ നമ്മളവിടെ തെങ്കാശി എന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ അടുത്താണ്. ഈ ചെങ്കോട്ടയിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല. അവിടെ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. നല്ല വലിയ ഗോപുരമൊക്കെ ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ വേണ്ട അമ്പലത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് കണ്ടോ, ആ ഗോപുരമൊക്കെ കാണാൻ. ഈ ഗോപുരമാണ് ഈ അമ്പലത്തിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി. അമ്പലത്തിനകത്തുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അരളിച്ചെടികളൊക്കെ നിൽക്കുന്ന കണ്ടോ. അവരുടെ അമ്പലങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കും കേട്ടോ. ഈ ഇരിക്കുന്ന കച്ച് കണ്ടോ, ഇവിടെ തന്നെ അവർ പശുക്കളെ അമ്പലത്തിലേക്ക് ആവശ്യമായ പാലിനും മറ്റുമായിട്ട് അവർ വളർത്തുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇവിടെ കോലം വരച്ചിട്ടേക്കുന്നുണ്ടോ. ഇവിടുത്തെ വ്യൂ കണ്ടേ, നല്ല ഭംഗിയാന്നേ. ഇവിടെ അമ്പലത്തിൻ്റെ ഗോപുരത്തിലെ ആ കൊത്തുപണികളൊക്കെ കണ്ടോ. ഒത്തിരിയും വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. എന്ത് ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്നുണ്ടോ. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ പോകുമ്പോൾ പിന്നെ കാണുന്ന ഒരു കാഴ്ചയായിട്ടത്. എല്ലാവരും മുല്ലപ്പൂവായിട്ട് നമ്മുടെ പുറകേ വരും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഓട്ടോയിൽ കയറി നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകാനായിട്ട് പോകുന്ന വഴിക്ക് ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ ദേണ്ടേ ആ ഒരു ആഘോഷമാണ്. അവരുടെ എന്തോ ഒരു വലിയ ആഘോഷമാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ, പത്തനംതിട്ട ബസ്സിൽ കയറി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.